നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം MSK ജയേഷ് പൂക്കോട്ടൂർ. ഇന്നലെ വളരെ നിർണായകമായൊരു മത്സരം നടന്ന ദിവസമാണ് IPL ൽ രാജസ്ഥാൻ റോയൽ വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഒരുപാട് മനോഹര മുഹൂർത്തങ്ങൾ, രണ്ടരങ്ങേറ്റക്കാരുടെ നിറഞ്ഞാട്ടം കണ്ട ഒരു മത്സരം. ചേട്ടാ, എങ്ങനെ വിലയിരുന്നു ഈ മത്സരത്തെ? മൊത്തത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു ഡൗൺഫാൾ ആയിരുന്നു. രാജസ്ഥാനാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അൺബീറ്റണായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തായിരുന്നു പെട്ടെന്ന് രാജസ്ഥാൻ്റെ ഒരു വീഴ്ച. എങ്ങനെ വിലയിരുത്തുന്ന മത്സരത്തെ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു IPL അൺപ്രഡിക്റ്റബിലിറ്റി കൃത്യമായിട്ട് നിറഞ്ഞൊരു മത്സരമായിരുന്നു. കാരണം രാജസ്ഥാൻ എല്ലാ ടീമുകളെയും തോൽപ്പിച്ച് ഒരു എതിരാളികളും ഇല്ലാത്ത രീതിയിൽ രാജസ്ഥാൻ ബൗളിംഗ് യൂണിറ്റ് ആയാലും ബാറ്റിംഗ് യൂണിറ്റ് ആയാലും ത്രൂ ഔട്ട് പരാഗിൻ്റെ ക്യാപ്റ്റൻസി ഉൾപ്പെടെ ഗംഭീരമായിട്ട് പോകുന്ന സമയത്താണ് അത്ര വലിയൊരു ഫോം അവകാശപ്പെടാനില്ലാത്ത ഹൈദരാബാദ് വന്നിട്ട് അവരെ അടിച്ചിരുന്നത്. അതും ഒരു ഗംഭീര ജയമാണ്. 57 റൺസിൻ്റെ മാർജിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര ജയമാണ്. അതിൽ തന്നെ കുറേ കൗതുകങ്ങളായ നിമിഷങ്ങളുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രഫുലിംഗ ആയാലും ഹുസൈൻ ആയാലും സാക്കിബ് ഹുസൈൻ ആയാലും അവരുടെ ഒരു പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് ഈ വൈഭവിനെയും ജയ്സ്വാളിനെയും പരാഗിനെയൊക്കെ എങ്ങനെ പൂട്ടുമെന്ന് പറഞ്ഞ് നടക്കുകയാണ് ബാക്കി എല്ലാ ടീമുകളും. അതിൽ തന്നെ ഇപ്പോൾ ബുംറ ആയിക്കോട്ടെ, ട്രെന്റ് ബോൾട്ട് ആയിക്കോട്ടെ, ഹേസൽവുഡ് ആയിക്കോട്ടെ, ഒരാൾക്കും മറുപടിയില്ല ഇവരെ എങ്ങനെ വീഴ്ത്തുമെന്നുള്ളത്. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങുള്ള, അതായത് നമുക്കറിയാം വൈഭവ് 15-കാരൻ, 24 വയസ്സുള്ള യശസ്വി ജയ്സ്വാൾ, ഇവരെ വീഴ്ത്താൻ ഒരു 21-കാരനെയും ഒരു 24-കാരനെയുമാണ് ഹൈദരാബാദ് ഇറക്കുന്നത്. അതിൽ തന്നെ പ്രഫുലിൻ്റെ രണ്ടാമത്തെ മാത്രം 2020 മത്സരമാണത്. അദ്ദേഹം വിദർഭയിൽ നിന്നുള്ള താരമാണ്. നമുക്കറിയാം വിദർഭയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റാണ് കൂടുതൽ കളിച്ചിട്ടുള്ളത്. ഈ T20 അദ്ദേഹത്തിൻ്റെ വെറും രണ്ടാമത്തെ മാത്രം മത്സരമാണത്. അതും IPL അരങ്ങേറ്റത്തിൽ തന്നെ ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റാണ് എടുക്കുന്നത്. അതൊരു ഗംഭീര സാധനം. അതിൽ തന്നെ ഈ IPL തന്നെ ടോപ്പ് റൺ ഗെറ്ററായ ഒരു എതിരാളികൾക്ക് പോലും പിടികൂടാൻ കഴിയാത്ത 15-കാരൻ അത്ഭുത ബാലൻ വൈഭവിനെയും കുടുക്കി എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ജുറൈലിൻ്റെ വിക്കറ്റ് ഉണ്ടായതുകൊണ്ട് പെട്രോറസിൻ്റെ വിക്കറ്റ് അതിൽ തന്നെ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആദ്യ ഓവറിൽ തന്നെ 3 വിക്കറ്റ്, അതൊരു റെക്കോർഡും കൂടിയാണ്. കാരണം IPL അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ ഓവറിൽ 3 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ പ്ലെയറായി പ്രഫുൽ മാറുകയുണ്ടായി. മാത്രമല്ല RSന് തൻ്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്ക് പ്രഫുലിൻ്റെ ബോളിംഗ് കാണുമ്പോൾ ഭുവനേശ്വർ കുമാറിനെയാണ് ഓർമ്മ വരുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഭുവനേശ്വറിൻ്റെ അരങ്ങേറ്റം പാകിസ്ഥാനെതിരെ 2012 ഭുവനേശ്വർ കുമാർ അരങ്ങേറിയത്. അപ്പോൾ ഭുവനേശ്വറിൻ്റെ അരങ്ങേറ്റം ആ സ്വിങ്ങറുകളൊക്കെ കാണുമ്പോൾ ആ രീതിയിലാണ് ഓർമ്മ വരുന്നത്. ഭയങ്കരമായൊരു മുതൽക്കൂട്ടാവും. മാത്രമല്ല ഇനി വരാൻ പോകുന്ന മെഗാലയത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന താരങ്ങളിൽ ഒരാൾ. കാരണം അപ്പോൾ ഇൻസ്വിങ്ങേഴ്സ് അധികം നമുക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്ന താരം പ്രഫുലായിരിക്കും തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഹുസൈനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്നത് ബീഹാറിൽ നിന്നാണ്. വൈഭവിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് 4 മണിക്കൂർ മാത്രമാണ് ദൂരമുള്ളത്. അതൊരു ഗ്രാമപ്രദേശം, തനി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. പുള്ളിക്ക് കിറ്റ് വാങ്ങാൻ, ഷൂ വാങ്ങാനൊക്കെ ആ ഗ്രാമീണർ പിരിവിട്ടിട്ടാണ് പൈസ കൊടുക്കുന്നത്. അത്രമാത്രം വലിയ രീതിയിലുള്ള കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. വീട്ടിലെ പട്ടിണി കാരണം സ്കൂളിലൊന്നും പോകാൻ കഴിയാതെ ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ ആർമിയിൽ ചേരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി വളരെ നന്നായിട്ട് ശരീരം നോക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഓടും, മറ്റ് ആക്ടിവിറ്റീസൊക്കെ പോകും. അങ്ങനെയാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിലേക്ക് വന്ന് നാട്ടിലെ പ്രാദേശിക ടൂർണമെൻറ്റിൽ നല്ല രീതിയിൽ എറിയുന്നത്. 140 എറിയാൻ തുടങ്ങിയപ്പോൾ എനിക്കിതിൽ ഭയങ്കരമായൊരു കഴിവുള്ള രീതിയിൽ പിന്നെ അങ്ങനെ വന്ന് ബീഹാറിൽ നിന്ന് ജൂനിയർ കാറ്റഗറിയിലൊക്കെ വന്നിട്ടാണ് അദ്ദേഹം IPL ഒരു കണ്ണിലൊടുക്കിയത്. മാത്രമല്ല സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ 2 താരങ്ങളെയും 2 പേരെ സ്വന്തമാക്കിയത് വെറും 60 ലക്ഷത്തിനാണെന്നുള്ളത്. 2 പേരും 30 ലക്ഷം ബേസ് പ്രൈസിനാണ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്കും മറുപടിയില്ലാത്ത, ഒരു ടീമിനും മറുപടിയില്ലാത്ത പേരെ ഈ 2 യുവതാരങ്ങളെ വെച്ച്, പുതിയ ആൾക്കാരെ വെച്ചിട്ട് മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഹൈദരാബാദിന് വലിയ പോസിറ്റീവായിട്ട് കാണുന്നത്. ഒപ്പം തന്നെ അവരുടെ ചില ആശങ്കകളും ഉണ്ട്. ഒന്ന് പോസിറ്റീവിലേക്ക് നോക്കുമ്പോൾ ഈ 2 ബോളേഴ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷാൻ കിഷൻ്റെ ഒരു റെഡ് ഹോട്ട് ഫോം തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 91 റൺസ് അദ്ദേഹത്തിനൊരു അർഹിച്ച സെഞ്ചുറിയായിരുന്നു, പക്ഷേ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ പതിവ് പോലെ ക്ലാസിനും ഇഷാനും തമ്മിലുള്ള കൂട്ടുകെട്ട് നല്ലതായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അഭിഷേക് നനഞ്ഞ പടക്കമായോ എന്നുള്ളൊരു സംഭവം. അദ്ദേഹം ഈ കാലണ്ടർ വർഷം ഇത് 7ാമത്തെ തവണയാണ് അദ്ദേഹം ഡക്കായിട്ട് പുറത്താവുന്നത്. അതിൽ അദ്ദേഹം റെക്കോർഡിട്ടുണ്ട്. നേരത്തെ രോഹിത് ശർമ്മയുടെയും സഞ്ജു സാംസണിൻ്റെയും പേരിലായിരുന്നു ഒരു കാലണ്ടർ വർഷം 6 ഡക്കായിട്ടുള്ളത്. ഇത് പക്ഷേ വെറും 17 ഇന്നിങ്സിലാണ് അദ്ദേഹം 7 തവണ ഡക്കായി എന്നുള്ളതാണ് അതിലേറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നൊരു താരം ഈ വിധം ക്ലൂലെസ്സായി പോകുന്നത് ഒരു തിരിച്ചടി തന്നെയാണ്. MSK,
എങ്ങനെ വിലയിരുത്തുന്നു ഇന്നലത്തെ മത്സരത്തിൽ? പിന്നെ ആക്ച്വലി സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെയ്ത ഈ രണ്ടുപേരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വർഷങ്ങളായിട്ട് സീനിയർ എന്ന രീതിയിൽ ജയദേവ് ഉനദ്ഘട്ടിനെയും അതുപോലെ ഹർഷൽ പട്ടേലിനെയൊക്കെ യൂസ് ചെയ്തവർ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ യൂസ് ചെയ്തു. പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ വിക്കറ്റ് ടേക്കിംഗ് ബോളുകൾ എറിയാത്ത രീതിയിൽ രണ്ടുപേരും കടന്നുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉനദ്ഘട്ടാവട്ടെ ഹർഷൽ പട്ടേലാവട്ടെ. ഹർഷൽ പട്ടേലിന് ഏതാണ്ട് 7.4 കോടി രൂപ എങ്ങാനും അവർ കൊടുക്കുന്നുണ്ട്. ഉനദ്ഘട്ടിനും ഏതാണ്ട് കോടികളുടെ കിലുക്കമുണ്ട്. നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിലൊരിക്കൽ പറഞ്ഞിരുന്നു, കോടികളുടെ കിലുക്കമല്ല ശരിക്കും ആളുകളുടെ അത് ചിലപ്പോൾ ആളുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കോടികളുടെ കിലുക്കമല്ല, മികച്ച പെർഫോമൻസിന് ആ പൈസ യാതൊരു ബാധ്യതയല്ല എന്ന രീതിയിലുള്ള പെർഫോമൻസാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. 7.8 കോടി രൂപ ഹർഷൽ പട്ടേലിന് കൊടുക്കുമ്പോൾ വെറും 60 ലക്ഷം രൂപയ്ക്ക് രണ്ടുപേര് 30 ലക്ഷം പ്ലസ് 30 ലക്ഷം രൂപ ഈ രണ്ടുപേരുടെയും പൈസ അത്രയാണ്. അപ്പം സക്കിബ് ഹുസൈൻ ആണെങ്കിലും പ്രഫുലാണെങ്കിലും അവർ കൃത്യമായിട്ട് പെർഫോം ചെയ്തു. അവരെ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ മാനേജ്മെൻറ്റ് ഇവരെ ഈ പ്ലേയിങ് ഇലവനിൽ രണ്ടുപേരെയും ഒരേ സമയത്ത് ഉൾപ്പെടുത്താനുള്ള ധൈര്യം കാണിച്ചു. അതായത് ഹർഷൽ പട്ടേലിനെയും അതുപോലെ തന്നെ ഉനദ്ഘട്ടിനെയും മാറ്റി നിർത്താനുള്ള ധൈര്യവും ഇവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്താനുള്ള ധൈര്യവും കാണിച്ചു എന്നിടത്തും തുടങ്ങുന്നുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഈ ഒരു മത്സരത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നേരത്തെ ഇദ്ദേഹത്തിൻ്റെ പന്തുകൾ പോലും ഇപ്പം വൈഭവ് സൂര്യവംശി അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു താരമാണ്. അപ്പം ഫസ്റ്റ് പന്ത് ഈ വൈഭവ് സൂര്യവംശിയുടെ ഒരു അപകടകരമായ ഷോട്ട് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ബോളിങ്ങിൻ്റെ ഒരു മികവ് കൂടിയുണ്ട്. ലെഗ് സൈഡിൽ വന്നൊരു പന്താണ്. ആ ഫസ്റ്റ് പന്ത് തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു ചർച്ച കൂടി ഉണ്ടായിരുന്നു. അതായത് പിന്നെ വൈഭവ് സൂര്യവംശി ലക്ഷ്യമിടുന്നത്, അദ്ദേഹം ബാറ്റിങ്ങിൽ ലക്ഷ്യമിടുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ചില ടാർഗറ്റുകളുണ്ട്. അതായത് ബുംറ അദ്ദേഹത്തിൻ്റെ ടാർഗറ്റാണ്, അതുപോലെ ഹാസിൽവുഡ് ടാർഗറ്റാണ്. അങ്ങനെ ഈ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ചവരെ ഞാൻ മികച്ച രീതിയിൽ പെർഫോം ചെയ്യും എന്ന രീതിയിൽ അത്രയും അങ്ങനെ ചില ടാർഗറ്റ് വെച്ചിട്ടാണ് ഈ വൈഭവ് സൂര്യവംശി കളിക്കുന്നത് അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു അങ്ങനൊരു അഭിപ്രായങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഏതാ ഇത് ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇത് അദ്ദേഹം മാത്രമല്ല ഇതിൽ ഏറ്റവും നല്ല പന്ത് രണ്ടാമത്തെ പന്തായിരുന്നു. അതായത് വൈഭവനെ ആർ പങ്കുവച്ചൊരു വീഡിയോക്കകത്ത് പറയുന്നത് ബൗളർ ആരാണെന്ന് ഞാൻ നോക്കാറില്ല, ഞാൻ പന്തേ നോക്കാറുള്ളൂ, നെറ്റ്സിലെയാണ് എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഗ്രൗണ്ടിലും ട്രൈ ചെയ്യുന്നതെന്നാണ് വൈഭവ് പറഞ്ഞത്. അല്ലാതെ വൈഭവിനെ കൃത്യമായി പഠിച്ചിട്ട് തന്നെയാണ് ഇദ്ദേഹം പന്തെറിഞ്ഞിരിക്കുന്നത്. വൈഭവിന്റെ ആ ലെഗ് സൈഡ് ഷായിരുന്നു ആ ഒരു പന്തുണ്ടായിരുന്നത്. അത് വൈഭവ് ഫസ്റ്റ് ബോൾ തന്നെ പുള്ളിയുടെ ഒരു ആക്രമണ ത്വര കാണിക്കുന്നു, ഔട്ടാവുന്നു. ഏറ്റവും നല്ല പന്ത് രണ്ടാമത്തെ പന്തായിരുന്നു, ഈ നമ്മുടെ ബോൾഡായ പന്ത്, ധ്രുവ് ജുറേൽ ബോൾഡായ പന്ത്. അപ്പം ഫസ്റ്റ് ഓവർ തന്നെ 3 വിക്കറ്റ് നേടുക. ആദ്യത്തെ ഇവരുടെ ഒരു ഈ നമ്മുടെ സ്കോർ ബോർഡ് നോക്കുമ്പോൾ യശസ്വി ജയ്സ്വാൾ 1, വൈഭവ് സൂര്യവംശി 0, ധ്രുവ് ജുറേൽ 0, പ്രിട്ടോറിയസ് 0, റിയാൻ പരാഗ് 4. അതായത് ആദ്യത്തെ 5 പേരുടെ സ്കോർ ഇതാണ്. നമ്മളിപ്പം മൈ ഫോൺ നമ്പർ ഈസ് 2255 എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ ഒരു ബോളിംഗ് പ്രകടനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കോർ ബോർഡ് IPL ഒരുപക്ഷെ ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ആദ്യത്തെ 5 പേരും 5 റൺസ് പോലും തേക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ രീതിയിലേക്ക് ഈ രാജസ്ഥാനെ തള്ളിയിട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരാണ്, രണ്ട് ബോളേഴ്സാണ്. അതിനിപ്പം ഇവരുടെ സ്വിങ് മാത്രമല്ല, സ്വിങ് ബോളിങ്ങിന് എന്ത് കാര്യം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് ബോളർമാരുടെ ശവപ്പറമ്പായി നിൽക്കുന്ന IPL പേസ് അല്ല, ഇപ്പോഴും സ്വിങ് കൊണ്ട് കാര്യമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള പന്തുകളായിരുന്നു ഇവരുടെ ഉണ്ടായിരുന്നു. ഭുവനേശ്വർ കുമാറിനെയൊക്കെ നേരത്തെ പറഞ്ഞു. ഭുവനേശ്വർ കുമാറിൻ്റെ ഒരു അരങ്ങേറ്റം നമ്മുടെ ഓർമ്മയിലുണ്ട്. പാകിസ്ഥാനെതിരെയുള്ള അന്ന് ഹഫീസിനെ ബോൾഡാക്കിയ പന്ത്, അതിനുശേഷം യൂനുസ് ഖാനെയൊക്കെ പുറത്താക്കിയ പന്തുകൾ, അത് കൃത്യമായിട്ട് സ്വിങ് ചെയ്ത് ഭുവനേശ്വർ കുമാർ ആ സമയത്ത് എറിഞ്ഞത് ഒരു 135-136 റേഞ്ചിലുള്ള പന്തുകളായിരുന്നു. ഇവരെറിഞ്ഞതും ഇവരും അപാര പേസുള്ള ബോളേഴ്സൊന്നുമല്ല, ഇവർ സ്വിങ് കൊണ്ടാണ് കളിക്കുന്നത്. അതുമാത്രമല്ല ഈ ഹുസൈനൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം 3 വിക്കറ്റ് നേടുകയുണ്ടായി കഴിഞ്ഞ മത്സരത്തിൽ. ആ 3 വിക്കറ്റുകളും സ്ലോ ബോളിലാണ് വിക്കറ്റുകൾ നേടിയിട്ടുള്ളത്. അതായത് സൗത്ത് ആഫ്രിക്കൻ താരത്തെ ഫോമിൽ നിൽക്കുന്ന ഫെറേര ഔട്ടാക്കിയ പന്ത് എന്നുള്ളത് പക്ക സ്ലോ ബോൾ ആയിരുന്നു. വേരിയേഷൻസ് കൃത്യമായുള്ള പന്തുകളായിരുന്നു. എങ്കിൽ കൂടി രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഉണ്ട് എന്നുള്ളത്, ശരിക്കും 100 റൺസിനുള്ളിൽ ആദ്യ 5 വിക്കറ്റുകൾ ഇത്രയും പെട്ടെന്ന് ഔട്ടാവുകയാണെങ്കിൽ 100 റൺസിനുള്ളിൽ ആ ടീം തീരേണ്ടതായിരുന്നു. പക്ഷേ രവീന്ദ്ര ജഡേജയും ഫെറേരയും ചേർന്നുകൊണ്ട്
150 മുകളിലേക്ക് എത്തിച്ചു എന്നുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അവർ പോലും ഇന്നലെ അവർ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇതത്ര വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവർ പോലും ഇത് ഇങ്ങനെ ഒരു സന്ദർഭം തീർച്ചയായിട്ടും ഈ ടൂർണമെന്റിൽ ഈ വൈഭവ് സൂര്യവംശി ഇവരുടെ ടീം ഒഫീഷ്യൽ ആരോ മറ്റടുത്ത് ഇത് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത്, ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വൈഭവ് ബാക്കിൽ അല്ല, അവർക്ക് പോലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഈ ടൂർണമെന്റിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരും, അത് ഇപ്പോഴാണ് എന്ന രീതിയിൽ അവർ മനസ്സിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 57 റൺസിന് മാത്രമേ തോറ്റിട്ടുള്ളൂ. അതായത് 159 റൺസെങ്കിലും അവർ 5 വിക്കറ്റ് 20 റൺസിനുള്ളിൽ ആയപ്പോൾ പിന്നെ അവരെടുത്തു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പോസിറ്റീവാണ്. മറുവശത്ത് അഭിഷേക് ശർമ്മയുടെ ഫോം ഒരു വലിയ കൺസേൺ തന്നെയാണ്. കാരണം ഇത്രയും 7 ഡെക്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ കളിയിൽ ഒരു ഫോമിൽ എങ്ങനെ തിരിച്ചെത്തിയിരുന്നു 50 അടിച്ചിട്ട്. പക്ഷെ അങ്ങനെ അത് പെർമനന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സ്ലോഗർ വിളികൾ പഴയ അഭിഷേകല്ല. കഴിഞ്ഞിടയിലൊക്കെ അദ്ദേഹം ആ 50ക്ക് ശേഷം ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതൊക്കെ കണ്ടു. കളിയിലെ ഓരോ മൊമെന്റും അദ്ദേഹം ആഘോഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഫോം കൂടിയാണല്ലോ, നിർണായകമായിരുന്നല്ലോ അത്. പക്ഷേ അഭിഷേക് ശർമ്മ സ്ലോഗറാണ് എന്നുള്ള വർത്തമാനം സാധൂകരിക്കുന്ന പ്രകടനങ്ങൾ നിരന്തരം. മറ്റു ഓപ്പണേഴ്സ് ഒക്കെ അഭിഷേകിന്റെ ശൈലിയും മറ്റു ഓപ്പണേഴ്സിന്റെ അഭിഷേക് കൂടുതലും ഇക്കാര്യത്തിലൊരു പാകിസ്ഥാൻ താരത്തിന്റെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുക എന്നുള്ളത് അഭിഷേകിന്റെ ഒരു സ്ഥിരം സ്റ്റൈലാണ്. അത് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക ഫസ്റ്റ് ബോൾ ആണെങ്കിലും. മറ്റുള്ള വൈഭവ് സൂര്യവംശിക്ക് കുറച്ച് ടൈം ചെയ്യുന്നുണ്ട്. അഭിഷേക് ടൈമിങ്ങിനേക്കാൾ കൂടുതൽ തന്റെ മസിൽ പവറിനും സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള പിന്നെ ആക്ടിവിറ്റീസിനാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഒരുപാട് ഷോട്ടുകൾ ഉണ്ടെന്നുള്ളത്. ഇപ്പോ രാജസ്ഥാന്റെ മത്സരത്തിന്റെ ഇടയിലൊക്കെ ഇവരാ കൂട്ടുകെട്ടിന്റെ ഇടയിൽ ഇപ്പോൾ ജയ്സ്വാൾ നമുക്കറിയാം നല്ല ക്ലാസ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ജയ്സ്വാളിന്റെയും വൈഭവിന്റെയും ഷോട്ടിന്റെ കമ്പാരിസൺ കൃത്യമായി കാണിക്കാറുണ്ട്. അതിൽ രണ്ടുപേരും ഏറെക്കുറെ ഒരേ ഷോട്ടുകൾ കളിച്ചു പോകുന്ന പ്ലേയേഴ്സും കൂടിയാണ്. അപ്പോൾ വൈഭവിന്റെ കയ്യിൽ കുറച്ചധികം ഷോട്ടുകളുടെ കൂടുതൽ ഇല്ലാത്തതാണ്. ഇതിൽ മറ്റൊന്നുള്ളത്, ഇപ്പൊ ഇന്നലത്തെ മത്സരത്തിലൊക്കെ ഈ ഇവരുടെ രാജസ്ഥാന്റെ 3 ഓവർ കഴിയുന്ന സമയത്ത് സ്കോർ ബോർഡ് നോക്കുന്ന സമയത്ത് ഒരു 9 റൺസിന് 5 വിക്കറ്റ്. അതായത് 3 ഓവറിൽ ആകെ ഒരൊറ്റ ബൗണ്ടറിയാണ്. ഏത് രാജസ്ഥാനാണ്? ഞാൻ മുംബൈ ഫാൻ എന്ന നിലയിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു മത്സരം ഇങ്ങനെ ഓർമ്മ വരികയാണ്. 11 ഓവർ മാത്രം ചുരുക്കി കൊടുത്തിട്ടും ഇവന്മാര് 3 ഓവറിൽ ആ ദീപക് ചഹാറിനെയും പിന്നെ ബുംറനെയും ബോൾട്ടിനെയൊക്കെ എടുത്തിട്ട് അലക്കിയ അതേ ടീമാണല്ലോ ഇത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ആ സമയത്ത്. RCB ഫാൻ എന്ന നിലയ്ക്ക് ഞാനൊന്ന് കൊതിച്ചു 9-5 കണ്ടപ്പോ ഞങ്ങൾ ആ 49 ചീത്ത പേര് പോകുമെന്നുള്ളത്. പക്ഷെ കളി ഫെറേറയും ജഡേജയും കൂടെ ഒരു ഘട്ടത്തിൽ 118 റൺസിന്റെ കൂട്ടിട്ട് അതാണ് കുറച്ചുകൂടി അവരുടെ തോൽവിയുടെ നാണക്കേട് കുറച്ചത്. ഇനി നിങ്ങൾ അഭിഷേക് ശർമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് ട്രാവിസ് ഹെഡിനെ കുറിച്ച് കൂടെ ആലോചിച്ച് നോക്കൂ. ട്രാവിസ് ഹെഡ് പവർ പ്ലേയിൽ 16 ബോളിൽ 15 റൺസാണ് എടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇഷാൻ കിഷൻ 1 ഡൗൺ ഇറങ്ങിയതിന് ശേഷമാണ് അവരുടെ സ്കോർ ബോർഡ്, അതായത് ഹൈദരാബാദിലെ പിച്ചും കൂടിയാണ്, സ്കോർ വരുന്ന പിച്ചാണ്, സ്വന്തം പിച്ചാണ്. IPL റൈഫിൾ ക്ലബ്ബ് എന്നാണ് കുറെ കാലമായിട്ട് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരുന്നവന്മാരും പോകുന്നവരൊക്കെ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൻറിച്ച് ക്ലാസനാണ് ഇപ്പോൾ ടോപ്പ് റൺ ഓറഞ്ച് ക്യാപ്പ് തലയിലുള്ളത്. ഹെൻറിച്ച് ക്ലാസിന് അത്ര വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടോ? ഓറഞ്ച് ക്യാപ്പ് കഴിഞ്ഞ മത്സരത്തിൽ തോൽവിക്ക് കാരണം പോലും ക്ലാസിന്റെ സ്ട്രൈക്ക് റേറ്റ് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും പരാജയപ്പെടുന്ന സമയത്ത് റൺ എങ്ങനെയെങ്കിലും ഉയർത്തുക എന്നുള്ളതായി പോയി ക്ലാസ്. അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അടിച്ച് റിട്ടയർമെന്റിന് ശേഷം ക്ലാസൻ പിന്നെ നമ്മൾ കരുതുന്ന ക്ലാസിനെ അല്ല. കഴിഞ്ഞ മത്സരത്തിൽ ഇതിന് മുമ്പത്തെ മത്സരത്തിൽ അവരുടെ തോൽവിക്ക് കാരണം പോലും ക്ലാസിന്റെ റണ്ണേ ബോൾ ഇന്നിംഗ്സ് ആയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ പോലും പുള്ളി ഒരുവിധമൊക്കെ പിന്നെ എന്താ പറയുക റണ്ണേ ബോൾ സിറ്റുവേഷൻ ആയിരുന്നു. ആ 3 സിക്സറുകൾ ഇല്ലായിരുന്നെങ്കിൽ ക്ലാസൻ തന്നെ ഈ തോൽവിക്കും കാരണമായി തോറ്റിരുന്നെങ്കിൽ കാരണമായി മാറിയാണ്. ഇന്നലത്തെ മത്സരത്തിലൊക്കെ പിന്നെ ഇഷാൻ കിഷൻ നന്നായി, തുഷാർ ദേശ്പാണ്ഡെ അടിക്കുന്നുണ്ടു, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർ ബിഷ്ണോയെ നന്നായിട്ട് അടിക്കുന്നുണ്ടു. അങ്ങനെ പല ഓവറുകൾ സന്ദീപ് ശർമ്മയാണ് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കുന്നത്, ഇഷാന്റെ വിക്കറ്റ് എടുക്കുന്നത്. അതിന് മുമ്പുള്ള പന്തുകളിലൊക്കെ നന്നായി അടിക്കുന്നുണ്ട്. പക്ഷേ പവർ പ്ലേയിലൊക്കെ ഒരു 90, 70, 80 സ്ഥിരം അടിച്ചുകൊണ്ടിരുന്ന ഹൈദരാബാദ് 50, 60 നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ട്രാവിസ് ഹെഡ് പോലും അഭിഷേക് ശർമ്മയുടെ ഫോം ഔട്ടിൽ അദ്ദേഹത്തിന് പോലും സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഓപ്പണർ ഇറങ്ങിയ മനുഷ്യൻ പവർ പ്ലേ അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം 3 ഓവറിന്റെ അടുത്ത് തിന്നിട്ടുണ്ട്, 15 റൺസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് അവരനുഭവിക്കുന്ന സ്ട്രഗിൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇഷാൻ കിഷൻ ആണ് അവരുടെ ഏക പ്രതീക്ഷ എന്നോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ഇന്നലെ നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ പിന്നെ അടിക്കുന്നുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ, തുഷാർ ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ അടിക്കുന്നുണ്ട്, ഒരു 3 സലീലും അടിക്കുന്നുണ്ട്. അപ്പോൾ ഹൈദരാബാദ് അങ്ങനെ പൂർണ്ണമായി ട്രാക്കിലായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവരുടെ ടോപ്പ് ഓർഡർ ട്രാക്കിലാവാതെ അവരുടെ ഈ ഫയർ ടീമുകളായ ക്ലാസിനും ഹെഡും അഭിഷേകൊന്നും ഫോം ആവാതെ ഹൈദരാബാദ് ട്രാക്കിലേക്ക് തിരിച്ചെത്തി നമുക്കങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അത് കഴിയില്ല. കാരണം ഈ ബോളേഴ്സ് എന്നുള്ളത് ബോളേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ പെർഫോം ചെയ്തു എന്നതിനപ്പുറം ബാറ്റർമാർ എന്ന് പറയുമ്പോൾ ഈ
ഇഷാൻ കിഷനിൽ കൂടുതൽ അവർ പിന്നെ റിലേ ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പിന്നെ പ്രതിബദ്ധമായിട്ട് തോന്നുന്നത്. ഈ ബോളേഴ്സ് ഈ മത്സരത്തിൽ നന്നായിട്ട് പന്തെറിഞ്ഞു, അടുത്ത മത്സരത്തിൽ അവരെന്താകും എന്നുള്ളതും ഒരു വിഷയമാണ്. കാരണം പിന്നെ നമ്മൾ പലപ്പോഴും അങ്ങനെ ബോളേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ രണ്ടുപേരുടെയും അവർക്ക് വിക്കറ്റ് ലഭിച്ചു എന്നതിനപ്പുറം അങ്ങനെ അപകടകരമായ പന്തേറുകാരായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കഴിഞ്ഞ മത്സരത്തിൽ. ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ ഈ ഒരു മത്സരം ഓക്കെ, നമ്മൾ വീഡിയോയ്ക്ക് താഴെ നിരന്തരം വരുന്ന കമൻറ്റുകളിലൊന്നാണ് ചെന്നൈ മത്സരത്തിന് മാത്രമേ നിങ്ങൾ ടാക്ടിക്സിൽ ഇരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള മത്സരങ്ങളുടെ ടാക്ടിക്സിലൊന്നും ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹയർ സെൻറ്ററി പണി കൊടുക്കാൻ ഇനി മുംബൈ, അതായത് അല്ല ചെന്നൈയിൽ അധികം പറയരുത്, ചെന്നൈ വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി. ചെന്നൈയിലേക്ക് നമുക്ക് വരാം, ചെന്നൈ KKR മാച്ചിലേക്ക് വരാം. ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ്, അതായത് ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങി കപ്പടിക്കുക എന്നുള്ളതാണ് ഹാരിസ് ഉൾപ്പെടെയുള്ള പരമ്പരാഗത മുംബൈ ഫാൻസ് പറയുന്നത്. MSK പരമ്പരാഗത മുംബൈ ഫാനായിരുന്നു. എനിക്ക് അവരെ അറിയില്ല. ഇപ്പോൾ ഫസ്റ്റ് കളി ജയിച്ചു, പിന്നീട് 3 കളിയാണ് തോൽക്കുന്നത്. എന്താണ് മുംബൈക്ക് പറ്റുന്നത്? ഹർദിക് പാണ്ഡ്യയിൽ നിന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടീമുമാണ് ഞാനിത് 2022 തിരിച്ചറിഞ്ഞു. അല്ല, ഞാൻ ആ വിഷയത്തിൽ MSK യോജിക്കുന്നു എന്നുള്ളതാണ്. പട്ടിഷോകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. ഞാനിത് ഇങ്ങനെ ഒരു ചർച്ചയിൽ ആ പ്രയോഗം നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പിന്നെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പ്രതിഭാസമ്പന്നരായ ടീം മുംബൈ ആയിരുന്നു എന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെയും വിലയിരുത്തൽ. ഇവർ ഈ സൈഡ് ബെഞ്ചിലിരിക്കുന്ന മനുഷ്യന്മാരെ, അതും പിന്നെ ലോകകപ്പിലൊക്കെ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെയൊക്കെ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും എന്നുള്ള ഇപ്പോൾ RCB അനുഭവിക്കുന്ന അതേ ക്രൈസിസ് മുംബൈയും അനുഭവിക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ടൂർണമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീമാണ് അവർ, ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ഉള്ള ടീമാണ് അവർ. ഇവരൊക്കെ ലോകകപ്പിൽ നന്നായി പെർഫോം ചെയ്ത് വന്നതിന് ശേഷം ഈ മുംബൈക്ക് ഇതെന്ത് പറ്റി എന്ന ചോദ്യം. ജസ്പ്രീത് ബുംറയ്ക്ക് ഒറ്റ വിക്കറ്റ് പോലും ഇല്ല. പിന്നെ ബോൾട്ട് 12 എക്കോണമിയിലാണ് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്പിന്നർമാരൊക്കെ പ്രധാനമായിട്ട് ഈ ടൂർണമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നർമാർ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്. ഇപ്പോൾ രവീഷ് നോയ് ആയിരുന്നു ഇന്നലെ വരെ പിന്നെ ടോപ്പ് വിക്കറ്റ് ടേക്കർ. പിന്നെ രാജസ്ഥാൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് നിരന്തരം അവതരിപ്പിക്കുന്നത് സുയാഷ് ശർമ്മ. ഇപ്പോൾ മുംബൈക്കെതിരെയാണ് മത്സരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ 2 വിക്കറ്റ് എടുത്ത് അദ്ദേഹം കളിയിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു. കൃണാൽ പാണ്ഡ്യ പിന്നെ ബാംഗ്ലൂരിന്റെ പല മത്സരങ്ങളിലും കൃണാൽ പാണ്ഡ്യ നിർണായകമായി അതെ നിർണായകമായ വിക്കറ്റുകൾ കൊണ്ട്. അപ്പോൾ സ്പിന്നർമാരെ നന്നായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൂർണമെൻറ്റിൽ നല്ല സ്പിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള അപ്പം ഗസാൻഫർ ഒരു അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന മിസ്റ്ററി സ്പിന്നറാണ്. പിന്നെ സാന്നർ, മായങ് മാർക്കണ്ടെ, ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല വിഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അവരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്ത് പെർഫോമൻസിൻ്റെ തന്നെ പ്രശ്നമാണ്, പ്രതിഭാധാരാളിത്തത്തിൻ്റെ കുറവല്ല എന്നുള്ളതാണ്. പിന്നെ മായങ് മാർക്കണ്ടെ, രജത് പട്ടീദാർ ക്രീസിൽ നിൽക്കുന്ന സമയത്ത് സ്പിൻ ബാഷറാണ് പട്ടീദാർ എന്ന് അറിഞ്ഞിട്ടും ഹാർദിക് പാണ്ഡ്യ മായങ് മാർക്കണ്ടേക്ക് ഓവർ എടുത്ത് കൊടുക്കണം. ഇപ്പോൾ RShin പറയുന്നുണ്ട് എന്ത് ബ്ലണ്ടറാണ് ആ ചെയ്തത് എന്ന്. 2 ഓവറിൽ 40 റൺസാണ് മാർക്കണ്ടയെ പട്ടീദാർ അടിച്ചത്. പിന്നെ ഭയങ്കര നിർണായകമായ ഓവറുകളായിരുന്നു അത്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനങ്ങൾ ഭയങ്കരമായി പിഴക്കുന്നു എന്ന വിമർശനങ്ങൾ ആരാധകർക്കിടയിൽ നിന്നുണ്ട്. ഹാർദിക് ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ ക്രൂഷ്യലാണെന്ന് പറഞ്ഞാൽ കളി ജയിച്ചാലാണല്ലോ ക്രൂഷ്യൽ എന്ന് പറയുക. കുറേ പിന്നെ ആറ്റിറ്റ്യൂഡ് വാരി വിതറി എറിയുന്നത് കണ്ടു, പിന്നെ നിലത്ത് വീഴുന്ന സമയത്ത് ആക്ഷൻ കാണിച്ച് അടിക്കുന്നത് കണ്ടു. ഇതൊന്നും അല്ലാതെ ആ റുദർഫോർഡ് അവസാനം അടിച്ച അടി അതാണ് ആകെ ഒരു പ്രതീക്ഷ തന്നത് എന്നുള്ളതാണ്. ഹാർദിക് പാണ്ഡ്യയും ആ സമയത്ത് ഹിറ്റ് ചെയ്യേണ്ട സമയമാണ്, ഹിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പുറത്താവുന്നത്. ഇപ്പം മിഡിൽ ഓർഡർ ഭയങ്കര പ്രശ്നമായി നിൽക്കുന്നുണ്ട് മുംബൈക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് തിലക് വർമ്മ ലോകകപ്പിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇവിടെ വന്നിട്ട് 4 മത്സരങ്ങളിൽ നിന്ന് 50 റൺസ് കടന്നിട്ടില്ല. സൂര്യകുമാർ സ്കൈ പ്രതീക്ഷിച്ച പ്രകടനം കിട്ടിയിട്ടില്ല. അവർ ജയിച്ച മത്സരം, മുംബൈ ജയിച്ച മത്സരമാണെങ്കിൽ KKRനെതിരെ റിക്കിൾട്ടനും രോഹിത്തും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓപ്പണർമാർ 150 മുകളിൽ റൺ സ്കോർ ചെയ്യുന്നുണ്ട്, എന്നാൽ മിഡിൽ ഓർഡർ പരാജയപ്പെടുന്നു. അപ്പം മിഡിൽ ഓവറുകളിലും സ്കോർ ചെയ്യുക എന്നൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ എല്ലാ മത്സരങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൂർണമെൻറ്റിൽ മിഡിൽ ഓവറുകളിൽ ടീമുകൾ സ്കോർ ചെയ്യുന്ന സ്കോറിന് നിർണായകമായ റോളുണ്ട്. മിഡിൽ ഓർഡർ ബാറ്റർമാർക്കും നല്ല റോളുണ്ട്. ഇപ്പോൾ ജുറൈൽ പിന്നെ രാജസ്ഥാനിൽ അവരുടെ ഓപ്പണേഴ്സ് മാത്രമല്ല, ധ്രുവ് ജുറൈൽ ഫോമിലാണ്, പിന്നെ അവരുടെ മിഡിൽ ഓർഡർ ഫോമിലാണ്. ഇനി പിന്നെ RCB നോക്കൂ, നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. രജത് പട്ടീദാർ, പിന്നെ ദേവദത്ത് പടിക്കൽ, ടിം ഡേവിഡ്, അങ്ങനെ തുടങ്ങിയിട്ട് അവരുടെ ബാക്കിയുള്ള പിന്നെ ബാറ്റർമാരും മികച്ച ഫോമിലാണ്. മുംബൈയെ സംബന്ധിച്ച് വരുന്ന സമയത്ത് വിൽ ജാക്സും കോർബിൻ ബോഷൊന്നും ഈ സീസണിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി അവർക്ക് പരീക്ഷിക്കേണ്ടി വരും, വിൽ ജാക്സിനെയൊക്കെ ഇറക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിൽ ആരെ മാറ്റും എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ബോളിങ്ങിൽ ഉള്ള പ്രശ്നങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഏറ്റവും മികച്ച ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റായി വന്നിട്ട് നന്നായി റൺസ്, ഇപ്പം ബുംറ മാത്രമാണ് അതിൽ നല്ല എക്കോണമിയിൽ പിടിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
അതുകൂടാതെ ഒരുപിടി വിമർശനങ്ങൾ മുംബൈക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ ജസ്പ്രീത് ബുംറയ്ക്ക് 2 തവണ ഗ്ലൗ മാറ്റാൻ അനുവാദം കൊടുത്തതും അതിന് തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ സ്റ്റാപ്സിന് പിന്നെ അനുവാദം കൊടുക്കാതെ അദ്ദേഹം ഹാർദിക് പാണ്ഡ്യയ്ക്ക് 2 തവണ ഗ്ലൗ മാറ്റാൻ അനുവാദം കൊടുക്കുന്നതും അതുപോലെ തന്നെ ടോസ് ഫ്ലിപ്പ് ചെയ്യുന്ന സാധനം ഇത്തവണയും അതേ വിവാദം വന്നിട്ടുണ്ട്. 2024 നമ്മൾ ഈ വിവാദം ആദ്യമായി കണ്ടത്. ജവഹൽ ശ്രീനാഥ് മുംബൈക്ക് വേണ്ടി ടോസ് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു എന്നുള്ളത്. ഇത്തവണ മുംബൈയുടെ മത്സരത്തിൽ ടോസ് കോയിനിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന വിമർശനം വരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് മൊത്തത്തിലൊരു കമ്മിറ്റി ടീമാണ് എന്നുള്ളൊരു പരാതി ഞങ്ങൾക്കെതിരെ പൊതുവെ ഉണ്ടല്ലോ. അത് മൊത്തത്തിൽ ശത്രുക്കൾക്കുള്ള അസൂയ കൊണ്ട് പറയുന്നതാണെങ്കിലും അപ്പോൾ മൊത്തത്തിൽ പിന്നെ എല്ലായിടത്തും എല്ലാ പിന്നെ ഡിപ്പാർട്ട്മെന്റിലും മുംബൈക്ക് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ടീം മാറ്റി പരീക്ഷിക്കാൻ ഉള്ള പിന്നെ സമയമായി എന്നാണ്. വിൽ ജാക്സ് ഒരു ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ് എന്താണ് മികച്ചൊരു ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ് എന്നുള്ളത് അവരെ സംബന്ധിച്ച് പിന്നെ നിർണായകമാകും. ഇപ്പോൾ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കളി കൊണ്ടും എവിടെ എത്തില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജസ്പ്രീത് ബുംറ വിക്കറ്റ് ടേക്കിംഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എതിരാളികളൊക്കെ ബുംറയുടെ പന്തുകളെ സൂക്ഷ്മതയോടെ ആകെ വൈഭവ് സൂര്യവംശി മാത്രമാണ് ബുംറയെ അങ്ങനെ ഫിയർലെസ് ആയി നേരിടുന്നത് നമ്മൾ കണ്ടത്. ബാക്കിയെല്ലാ എതിരാളികളും ബുംറയുടെ ഓവറുകൾ വരുന്ന സമയത്ത് പിന്നെ കരുതലോടെ കളിക്കുക, ബാക്കിയുള്ള ബോളർമാരെ അടിക്കുക എന്നുള്ളതാണ്. സോ പിന്നെ ഇപ്പോൾ ദീപക് ചഹാറിന് ഹാർദിക് പാണ്ഡ്യ എന്തിനാണ് രാജസ്ഥാനെതിരെ 1ാമത്തെ ഓവറിൽ കൊണ്ടുവന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ദീപക് ചഹാർ കഴിഞ്ഞ വർഷം മുംബൈയും പിന്നെ രാജസ്ഥാനും തമ്മിൽ നേരിട്ട സമയത്ത് വൈഭവിൻ്റെ വിക്കറ്റ് ദീപക് ചഹാറിനാണ് എന്ന് പറഞ്ഞിട്ടാണ് 1ാം ഓവറിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ വൈഭവ് മാറി, മുംബൈ മാറിയിട്ടില്ല എന്നൊരു സംഗതി ഉണ്ടല്ലോ. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും പുനരാലോചനകൾ നടത്തണം. ഇന്നലെയൊക്കെ പിന്നെ പൊള്ളാട് ഭയങ്കര ഇമോഷണലായിട്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നുകൊണ്ടിട്ട് പിന്നെ പല വർത്തമാനങ്ങളും പറയുന്നുണ്ട്. ടീമംഗങ്ങൾ മൊത്തം ഇമോഷനിലാണ്. സാധാരണ 1ാം കളി തോറ്റിട്ടാണ് തുടങ്ങാറുള്ളത്. ഇത് ആദ്യ കളി ജയിച്ചു തുടങ്ങുന്നത്, പിന്നെ എല്ലാ മത്സരവും പരാജയപ്പെടുന്നു. പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടും ഈ സീസണിലെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഹാർദിക് പാണ്ഡ്യ ഒരു മത്സരത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായിരുന്നു. അതായത് ടീമിന്റെ ഒരു മൊമെന്റം, അദ്ദേഹം എന്തിനാണ് ആ മത്സരത്തിൽ നിന്ന് മാറി നിന്നത് എന്നത് ഇപ്പോഴും ദുരൂഹമായിട്ടുള്ളൊരു കാര്യമാണ്. ക്യാപ്റ്റനാണ് മാറി നിൽക്കുന്നത് ഒരു മത്സരത്തിൽ. അതിനുശേഷമാണ് ഇവരുടെ 3 തോൽവികൾ വന്നല്ലോ, തുടർച്ചയായി 3 തോൽവികൾ. അതിൽ 1ാമത്തെ തോൽവിയുള്ള സമയത്ത് സൂര്യകുമാർ ആയിരുന്നു ക്യാപ്റ്റൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹാർദിക് എന്തിനാണ് അത് ക്യാപ്റ്റൻ ഫസ്റ്റ് കളി ജയിച്ചു തുടങ്ങുന്നു, അതായത് മുംബൈ എല്ലാ സീസണിലും തോറ്റുകൊണ്ട് തുടങ്ങുന്നു തന്നെ മാറി ഈ സീസണിൽ ഏറ്റവും നന്നായിട്ട് തന്നെയാണ് അവർ തുടങ്ങിയത്. ആദ്യ മത്സരം ഗംഭീരമായിട്ട് ജയിക്കുന്നു. അതിനുശേഷമുള്ളൊരു മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ മുന്നിൽ നിന്ന് നയിക്കേണ്ട ആളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഷോ അധികം കാണിക്കേണ്ട ഒരാളല്ല, ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരാളാണ്. ആ മത്സരത്തിൽ ഇപ്പോഴും എനിക്ക് അറിയില്ല, ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അദ്ദേഹം മാറി നിന്നതിൻ്റെ കാരണങ്ങളോ ഒന്നും ഒരു പത്രത്തിലോ അല്ലെങ്കിൽ ഒരു മീഡിയയിലോ കണ്ടിട്ടില്ല. ആ മത്സരത്തിൽ അദ്ദേഹം മാറി നിന്നു. അതിൻ്റെ ആ സമയത്ത് ശുഭ്മാൻ ഗില്ലും ഗുജറാത്തിൻ്റെ ഒരു മത്സരത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. അപ്പം ഈ ക്യാപ്റ്റന്മാർ എന്തിനു മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെൻറ്റം അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ മധ്യനിരയേക്കാൾ ഇവരെ അലട്ടുന്നത് അവരുടെ ബോളേഴ്സിൻ്റെ പ്രശ്നമാണ്. ബുംറയ്ക്ക് വിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളത് ആലോചിച്ച് നോക്ക്. ലോക ക്രിക്കറ്റിലെ നമ്പർ 1 T20 ബോളറായ, എല്ലാ ഫോർമാറ്റിലെയും ഏറ്റവും മികച്ച ബോളറായ, വിക്കറ്റ് ടേക്കിംഗ് ബോളറായ ജസ്പ്രീത് ബുംറയ്ക്ക് 5 മത്സരം കളിച്ചിട്ടും 5 മത്സരം കളിച്ചില്ല, ഇപ്പോൾ 4 മത്സരം കളിച്ചിട്ടും ഒറ്റ വിക്കറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതേ സമയത്താണ് മറ്റൊരു കാര്യം കൂടി, കൗതുകരമായ ഒരു കാര്യം, ഈ IPL ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ എറിഞ്ഞത് മുഹമ്മദ് ഷമിയാണ്. അതായത് T20 കളിക്കാൻ ഈ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന് അവസരമില്ല, ഇന്ത്യൻ ടീമിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഗാർക്കറും അതുപോലെ സെലക്ടർമാരൊക്കെ എഴുതിയ ഈ സീസണിൽ നല്ല എക്കോണമിയിൽ പന്തെറിയുന്നു. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ഡോട്ട് ബോളുകൾ എറിയുന്നു. ഷമി ഇന്ത്യയുടെ പ്രൈം പേസറായി നിന്നൊരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം മികച്ച രീതിയിൽ പന്തെറിയുന്നു. അതേസമയത്ത് ജസ്പ്രീത് ബുംറ വിക്കറ്റ് ലെസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 4 മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മുംബൈ നേടിയ ആകെ വിക്കറ്റുകൾ വെറും 14 എണ്ണമാണ്. 14 വിക്കറ്റുകൾ, അതായത് ഏറ്റവും കുറവ് വിക്കറ്റുകൾ നേടിയ ടീമാണ് ഇത്. അതിൽ 5 വിക്കറ്റ് നമ്മുടെ താക്കൂറിനുമാണ്. അതെ, താക്കൂർ ആണെങ്കിൽ ഈ സീസൺ മുമ്പ് ട്രേഡ് നടത്തിയാണ് പിന്നെ അർജുൻ ടെണ്ടുൽക്കർ അങ്ങോട്ട് കൊടുത്തിട്ട്. ഇപ്പോൾ ഈ സീസണിലെ ഡൊമിനൻസ് ചെയ്യുന്ന ടീമുകളൊക്കെ പിന്നെ ബോളേഴ്സും ഡൊമിനൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിന് 30 മേലെ വിക്കറ്റ് ഉണ്ട്, രാജസ്ഥാൻ 25 മേലെ വിക്കറ്റ് ഉണ്ട്, രാജസ്ഥാൻ 32 വിക്കറ്റ് ഉണ്ട്, ബാംഗ്ലൂരിന് 25 മേലെ വിക്കറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഡൊമിനൻസ് ചെയ്യുന്ന ടീമുകളാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ്. മുംബൈയെ സംബന്ധിച്ച് ആകെ ഓപ്പണർമാരെ കുറിച്ചാണ് നമുക്ക് അങ്ങനെ പ്രതീക്ഷയോടെ പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ MSK പറഞ്ഞ മറ്റൊരു പോയിന്റ് വളരെ നിർണായകമാണ്. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ കുറിച്ച് പറഞ്ഞല്ലോ, അതേസമയം നിങ്ങൾ CSKയുടെ കളി എടുത്ത് നോക്കൂ. ആ മത്സരത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് പിന്നെ പിന്നെ പിന്നെ
ഇതിലുണ്ട്, ഗ്രൗണ്ട് ഫീൽഡിലുണ്ട്. ഋതുരാജ് ഗെയ്ക്വാദ് ഉള്ള സമയത്ത് തന്നെ സഞ്ജു ഇടപെടുന്നു. ഈ പിന്നെ ടൂർണമെന്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ക്യാപ്റ്റൻസി മെറ്റീരിയലുള്ള ടീം മുംബൈയാണ്. അവിടെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസിയിൽ പിടക്കുന്നത്, പല മൊമെന്റുകളിലും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ബ്ലണ്ടറായി പോകുന്നത് എന്ന് ആലോചിക്കുന്ന സമയത്താണ് കണ്ണും ചുമ്പി നമ്മൾ ആരാണ് ക്യാപ്റ്റൻ ആക്കിയാലും കണ്ണും ചുമ്പി നമ്മൾ ഫസ്റ്റ് ഓവർ ട്രെന്റ് ബോൾട്ടിനെ വെച്ച് പറയുന്ന ബൗളർ ഉണ്ടായിട്ടും പുള്ളി കൊടുക്കുന്നില്ല. ഇവൻ 11 ഓവറുള്ള ഒരു മത്സരത്തിൽ, 15 ഓവറിൽ താഴെയുള്ള ഒരു മത്സരത്തിൽ പിന്നെ അവിടെ ജസ്പ്രീത് ബുംറ ഒന്നാമത്തെ ഓവർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഒരു ബോളർക്ക് 3 ഓവർ എറിയാമല്ലോ. അപ്പൊ ബുംറയെ കൊടുത്തിട്ട് അവിടെ പിന്നെ അവിടെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ ഓവറിൽ തന്നെ ട്രാക്കിലായി. പിന്നെ ബുംറ അടിക്കാൻ വേണ്ടിയിട്ടാണ് വൈബസ് ഒരുമിച്ച് നിൽക്കുന്നത്. ആ 3-4 ഓവർ കഴിയുമ്പോഴേക്കും 10-60 റൺസിന് മേലെ കയറി. പിന്നെ തിരിച്ചടിക്കുന്ന സമയത്താണ് സമ്മർദ്ദം വരും. സ്വാഭാവികമായിട്ടും സമ്മർദ്ദം വരുമല്ലോ. മാത്രമല്ല ഈ ട്രെന്റ് ബോൾട്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രൈമിന്റെ ആ കാലഘട്ടം കഴിഞ്ഞു. കാരണം ട്രെന്റ് ബോൾട്ട് ഇതേപോലെ സ്വിംഗ് കൊണ്ട് പന്തെറിഞ്ഞ് വിക്കറ്റുകൾ നേടിയിരുന്ന ഒരു കാലഘട്ടം. കാരണം അദ്ദേഹം ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പോലും ഇല്ല. അതായത് ഏത് ബോളർക്കും അതിൻ്റെതായ ഒരു പ്രൈം ടൈം ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ട്രെന്റ് ബോൾട്ടിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു വിക്കറ്റ് മാത്രമാണ് ട്രെന്റ് ബോൾട്ടിന് നേടാൻ കഴിയുന്നത് കഴിഞ്ഞ സീസണിലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ സീസണ് വരെയൊക്കെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നോക്കൌട്ട് സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ ട്രെന്റ് ബോൾട്ട് തന്നെയായിരുന്നു മുംബൈയുടെ ഏറ്റവും മികച്ച പവർ പ്ലേ ബോളറും ഡെത്ത് ഓവർ ബോളറും. പക്ഷേ അദ്ദേഹം നോക്കൌട്ട് സ്റ്റേജിലേക്ക് മുംബൈ ഭയങ്കര പ്രതീക്ഷയോടുകൂടി പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ട്രെന്റ് ബോൾട്ട് ഭയങ്കരമായിട്ട് റൺ വിട്ട് കൊടുക്കുന്നതും പിന്നെ 10 മുകളിൽ 11 മുകളിലൊക്കെ എക്കോണമിയിൽ പന്തെറിയുന്നത് കണ്ടു എന്നുള്ളതാണ്. ഈ സീസണിൽ തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെന്റ് ബോൾട്ടിനെ നിലനിർത്തുന്നതും വലിയ തുകയൊക്കെ മുടക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ട്രെന്റ് ബോൾട്ടും ബുംറയും ഉള്ളൊരു ടീം എന്ന് പറയുന്നത് ശരിക്കും ഭയക്കേണ്ട ഒരു ടീം എന്ന ഒരു ടീമിനെ നമ്മൾ അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ മുംബൈയുടെ ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ടും വെളിവാക്കപ്പെട്ട മത്സരങ്ങളായിരുന്നു ഈ മത്സരങ്ങളൊക്കെ കണ്ടത്. ഞാൻ കണ്ടൊരു കാര്യം എന്നുള്ളത് ഈ പിന്നെ ചെന്നൈ പോലെയല്ല. ചെന്നൈയിൽ സഞ്ജു ആദ്യത്തെ 3 മത്സരത്തിലും ക്യാപ്റ്റൻസിയിൽ പ്രത്യേകിച്ച് ഇടപെടലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശമൊന്നും കൊടുത്തിരുന്നില്ല. മുംബൈയിൽ നോക്കുമ്പോൾ കൃത്യമായിട്ടും ഒരു സമയത്ത് രോഹിത് ശർമ്മയും പിന്നെ ഇതുപോലെ ഈ ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അവരൊക്കെ ഇടപെടുന്നുണ്ട്, കൃത്യമായിട്ട് അവർ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ്, അതായത് ഒരുപാട് പിന്നെ നമ്മളിപ്പം ഒരു പാമ്പിൻ്റെ കഥ പറയാറുണ്ട്. അതായത് ഒരു പാമ്പിനെ തല്ലിക്കൊല്ലാൻ പോകുമ്പോൾ ആളേറിയാൽ പാമ്പ് ചാവില്ല എന്ന് പറയുന്ന പലരും പല വഴിക്കുന്ന കളിക്കുന്നുണ്ട്. പിന്നെ ഒരു മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയ ഒരു മത്സരത്തിൽ പിന്നെ സൂര്യ ബൗണ്ടറി റോപ്പിന് അപ്പുറത്ത് നിൽക്കുകയാണ്, ഹാർദിക് അവിടെ പോയിട്ട് ഉപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരെ ക്യാപ്റ്റൻസി ഇപ്പൊ സാന്നർ ക്യാപ്റ്റനാണ്, രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ്, ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാണ്, ബുംറ പിന്നെ ക്യാപ്റ്റൻസി മെറ്റീരിയലാണ്, പിന്നെ ഹാർദിക് എല്ലാം ഒരു 5 ക്യാപ്റ്റൻസി മെറ്റീരിയലുള്ള ടീം കളിച്ച നാളിൽ 3 മത്സരങ്ങളും തോൽക്കുക എന്ന് പറയുന്നത് നടത്താൻ കൃത്യമായിട്ട് മുംബൈ ക്യാമ്പിൽ തലമുറ ഒരു ക്യാപ്റ്റൻ മാറ്റം വേണം എന്നുള്ള രീതിയിൽ വലിയ ആരെ ആക്കും എന്നുള്ള രീതിയിൽ കുറെ ചർച്ചകൾ. ഇപ്പോൾ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നടക്കില്ല. കാരണം ഇപ്പോൾ കൂടിപ്പോയി അദ്ദേഹം 1-2 സീസണൊക്കെ കളിക്കാനുള്ള സാധ്യതകളേ ഉള്ളൂ. ഒപ്പം തന്നെ സ്കൈ പ്രായം പ്രശ്നമാണ്. പക്ഷേ നിലവിൽ പോലും വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഫോമിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്കകളുണ്ട്. ഒരു 50 മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. ഇപ്പോൾ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ടീമിന് ലോകകപ്പ് സമ്മാനിച്ചെങ്കിലും അദ്ദേഹം പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായിരുന്നു. പിന്നീട് ജസ്പ്രീത് ബുംറ ഒരു ഓപ്ഷനാണ്. പക്ഷേ ബുംറ ഒരു കാലത്തും ഒരു ലോങ് ടൈമിൽ ക്യാപ്റ്റൻ ആവുന്നില്ല എവിടെയും. അദ്ദേഹം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്കറിയാം മറ്റുള്ളവരെക്കാൾ കൂടുതൽ വ്യത്യസ്തമായി ബുംറയ്ക്ക് കുറച്ചധികം വിശ്രമം മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു പ്ലെയർ കൂടിയാണ്. പിന്നെ ഒരു ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹർക്ക് തിലക് വർമ്മയെ ക്യാപ്റ്റനാക്കി കൊണ്ടുവരാനുള്ളൊരു സാധ്യത ഇനിയുള്ളത്. അതായത് ഭാവി കൂടി മുന്നിൽ കണ്ട, അതായത് 10-23 വയസ്സായിട്ടുള്ളൂ. കുറെ കൂടി ഭാവി മുന്നിൽ കണ്ടിട്ട് മുംബൈക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തിലക് വർമ്മയായിരിക്കും. ക്യാപ്റ്റൻസി മാറ്റണം എന്ന് പറയുന്നില്ല. കാരണം ക്യാപ്റ്റനായിട്ട് പിന്നെ ഹാർദിക് പാണ്ഡ്യ കിരീടങ്ങളൊക്കെ നേടിയൊരു ക്യാപ്റ്റനാണ്. പക്ഷേ ഈ അദ്ദേഹം കിരീടം നേടിയിരിക്കുന്നത് ഗുജറാത്തിനൊപ്പം ഏറ്റവും കൂടുതൽ ബ്ലണ്ടറുകൾ ചെയ്യുന്ന ക്യാപ്റ്റൻ. പക്ഷേ അവിടെ എന്തൊരു കോർഡിനേഷൻ പ്രശ്നം അവിടെ കൃത്യമായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് ഹാർദിക്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആ ടീമിൽ 2 ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പം അവരുടെ സാന്നിധ്യം ഒരു പക്ഷേ സമീപകാലത്ത് തന്നെ 2 തവണ ഫൈനലിൽ കടന്നൊരു ക്യാപ്റ്റൻ. നമ്മൾ ഈ പറയുന്നതും ഈ മീഡിയകളിലെ ചർച്ചകളൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹത്തെ ക്യാപ്റ്റൻ ആക്കണ്ടേ, അതൊക്കെ അദ്ദേഹത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ ഈ ഷോകൾ അത് കുറച്ച് കളിയിൽ ശ്രദ്ധിക്കേണ്ടി. എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, ആ മത്സരത്തിൽ അദ്ദേഹം വിട്ടുനിന്നത് ഇപ്പോഴും ദുരൂഹമാണ്. അതായത് മൊമെന്റം നഷ്ടപ്പെടുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയുടെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തോറ്റു. പക്ഷെ അവർക്ക് ആ മൊമെന്റം നഷ്ടപ്പെട്ടത് മില്ലർ എടുക്കാതെ പോയ ആ സിംഗിളിന്റെ പുറത്താണ്. അതിനുശേഷമുള്ള മത്സരം
മത്സരങ്ങളൊക്കെ അവർ പിന്നെ അത് നമ്മളിപ്പം ജയത്തിൻ്റെ അടുത്തെത്തി തോൽക്കുക എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, പിന്നീട് അത് ആത്മവിശ്വാസത്തേക്ക് ഭീകരമായിട്ട് ബാധിക്കും. അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ തിരിച്ചു വരാൻ സാധിച്ചേക്കാം, പക്ഷേ ഒരു ടീം എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ ഒരു കളിക്കാരൻ എന്നുള്ള നിലക്കോ ആത്മവിശ്വാസത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്തെത്തി തോൽക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെടൽ കൂടിയാണ്. ആ ഒരു മൊമെൻ്റം നഷ്ടപ്പെടലാണ് മുംബൈക്ക് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആ മൊമെൻ്റം വീണ്ടെടുത്തിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. തീർച്ചയായിട്ടും നമുക്ക് ആ മാച്ചിലേക്ക് തന്നെ പറയുന്നത്. അവസാനമായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു മത്സരം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ചെന്നൈ വേഴ്സസ് KKR അടിവാരം ടീമുകളുടെ പോരാട്ടമാണ്. എന്താവും? അടിവാരം എന്നുള്ള പ്രയോഗം തന്നെ ഞാൻ എതിർക്കുന്നു. അങ്ങനെ ഒരു പ്രയോഗം ഒരു ടീമിനെ കുറിച്ചും പറയാൻ തന്നെ പാടില്ല. അടിവാരം എന്നുള്ളത് ഏത് സമയം ഇപ്പോൾ 4 മത്സരങ്ങളെ ആയിട്ടുള്ളൂ, ഇനിയും 14 മത്സരങ്ങൾ, ടോട്ടൽ 14 മത്സരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മുദ്രകുത്തൽ ശരിയല്ല. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തോടു കൂടി അവർ മറ്റുള്ള ടീമുകളൊക്കെയും നഷ്ടപ്പെടുത്തിയ മൊമെൻറ്റും അവർ കൃത്യമായും വീണ്ടെടുത്തിരിക്കുന്നു. സഞ്ജു സാംസൺ ബാക്ക് ഇൻ ഫോം. അത് മാത്രമല്ല, പിന്നെ അവർക്ക് കഴിഞ്ഞ ഡെവാൾ ബ്രേവിസ് ഒന്നും ബാറ്റ് ചെയ്യാൻ പോലും ഇറങ്ങാത്ത മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരം. അത് പിന്നെ ബോളേഴ്സും ഫോമിലേക്ക് എത്തിത്തുടങ്ങി. അതായത് ഓവേർട്ടൻ്റെ ഫോം നിർണായകമാണ്. ചെന്നൈ ആ ഒരു ഫോമിലേക്ക്, അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ പഴയ ആറ്റിറ്റ്യൂഡ്, ചെന്നൈ ചാമ്പ്യൻ ആറ്റിറ്റ്യൂഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒരു വിജയമായിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തലദർശനം ഉണ്ടാകുമോ? അതാണ് ഞാനും ആശിക്കുന്നത്. ഇന്നലത്തെ ചർച്ചയിലൊക്കെ നമ്മളിത് പറഞ്ഞിരുന്നു. പക്ഷേ തലയിറക്കേണ്ട ആവശ്യം അവർക്ക് വരില്ലെന്നുണ്ട്. കാരണം എല്ലാവരും ട്രാക്കിലായൊരു, ഇപ്പോൾ അവരുടെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഫോം മാത്രമാണ് ഒരു ആശങ്കയായി കിടക്കുന്നത്. ബാക്കി എല്ലാവരും തിരിച്ചെത്തിയൊരു മത്സരമാണ് നമ്മൾ കഴിഞ്ഞത് കണ്ടത്. അതുകൊണ്ട് CSK ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ ചെക്കൻ ട്രാക്കിലായ ഒരു ഘട്ടത്തിൽ പിന്നെ മലയാളി ക്രിക്കറ്റ് ആരാധകരൊക്കെ ടീം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സഞ്ജുവിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ പിന്നെ കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഫീൽഡിൽ പോലും സഞ്ജുവിൻ്റെ കുറേ ഇടപെടലുകൾ നമ്മൾ കണ്ടു. ജാമിയോ ഓട്ടൻ അവർക്ക് പ്രത്യേകിച്ച് പിന്നെ നൂർ അഹമ്മദ് അടക്കം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, അവരുടെ ബോർഡർമാരൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജാമിയോ ഓട്ടൻ പിന്നെ തിരികെ കൊണ്ടുവരുന്നു. നൂർ അഹമ്മദ് ഒരു വിക്കറ്റുമായിട്ട് തിരിച്ചു വരവിൻ്റെ സൂചനകൾ നൽകുന്നു. സോ പിന്നെ CSK ട്രാക്കിലാണ് നടന്ന്. പക്ഷേ മുംബൈക്കും CSKയ്ക്കും ഒരേ പോയിൻ്റാണ് എന്ന കാര്യം മറന്നു പോകരുത്. അടിവാരത്ത് ഇപ്പോൾ 13 കിരീടങ്ങളാണ് കിടക്കുന്നത്. ആലോചിക്കണം. അതിൽ തന്നെ KKR കിട്ടിയ ഒരു പോയിന്റ് ആ മഴ പെയ്തുകൊണ്ട് കിട്ടിയ ഒരു പോയിന്റാണ്. അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ സഞ്ജു സാംസൺ ട്രാക്കിലാവുന്നു. ബാറ്റിങ്ങിൽ മാത്രമല്ല, അദ്ദേഹം ഫീൽഡിൽ ഇടപെടുന്നു. സഞ്ജു എപ്പോഴും പോസിറ്റീവ്. നമ്മളെപ്പോഴും കാണുന്ന സഞ്ജു തിരിച്ചുകൊണ്ട് ഭയങ്കര കൂളായിട്ട്, സമ്മർദ്ദമൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാത്ത രീതിയിൽ. ഇപ്പോൾ അദ്ദേഹം ഫൈനലിൽ 6 റൺ നയിച്ചപ്പോൾ പോലും വലിയ രീതിയിലുള്ള സമ്മർദ്ദമൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണില്ല. സഞ്ജു വളരെ കൂളായിട്ട് നിൽക്കുന്ന ഒരു പിള്ളേർ. അത്തരത്തിലുള്ള കൂളായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിനെ തന്നെയാണ് നമുക്ക് എപ്പോഴും കാണേണ്ടത്. എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ഒരു മത്സരത്തോടു കൂടി അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഗംഭീരമായ പ്രകടനം നടത്തട്ടെ എന്ന് ആശംസിക്കാം അല്ലേ? യെസ്, അതെ. അപ്പോൾ ഇന്ന് ടാക്ടിക്സ് അവസാനിക്കുകയാണ്. CSK KKR മത്സരത്തിന് ശേഷം നമുക്ക് വീണ്ടും ഇരിക്കാം. നന്ദി.